വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിൽ പമ്പ് ഓപ്പറേറ്റർ പലപ്പോഴും വിമർശനങ്ങൾ നേരിടാറുണ്ട്. ഒരു പ്രദേശത്തേക്ക് മാത്രം വെള്ളം തുറന്നുവിടുന്നു, ചില പ്രദേശങ്ങളെ അവഗണിക്കുന്നു, ഇങ്ങനെ പല പരാതികളാണ്. എന്നാൽ പത്തനംതിട്ട ഇളകൊള്ളൂരിലെ ഒരു ജലവിതരണ പദ്ധതിയിൽ ഈ പരാതികളൊന്നുമില്ല. എന്താണ് ഈ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പ്രത്യേകതയെന്ന് കാണാം അടുത്തതായി. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് ഇളകൊള്ളൂരിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് പഞ്ചായത്തിലെ പൊതുക്കിണറാണ്. രൂക്ഷമായിട്ടുള്ള ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇളകൊള്ളൂർ എന്നുള്ളത്. സാധാരണഗതിയിൽ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം നിർവഹിക്കുന്നത് വാട്ടർ അതോറിറ്റിയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ സഹകരണ മാതൃകയിൽ ഒരു കുടിവെള്ള പദ്ധതി, അതായത് ഈ പൊതുക്കിണർ പഞ്ചായത്തിൻ്റെത്, ഇതിന് സമീപമുള്ള മോട്ടോർ പെര പഞ്ചായത്തിൻ്റെത്, ഉപകരണങ്ങൾ അതായത് മോട്ടോർ, ബാക്കി അനുബന്ധ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ തന്നെയാണ്. പക്ഷേ ഈ പദ്ധതി നിർവഹിക്കുന്നത് സഹകരണ മാതൃകയിൽ ഉപഭോക്താക്കൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പദ്ധതി എന്ന് പറയുന്നത് 25 വർഷത്തെ പഴക്കമുള്ള പദ്ധതി. വെള്ളം പമ്പ് ചെയ്ത് കൃത്യസമയത്ത് ആളുകളിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അത് പൊതുജനങ്ങളെ രൂപീകരിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഏകദേശം ഇപ്പോൾ 150ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ശക്തമായ വേനൽക്കാലത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 2 സൈഡിലേക്ക് ഒരു ദിവസം, അത് ഈ 2 സൈഡിലേക്ക് ചെല്ലുമ്പോൾ ഏകദേശം 150 വീടുകളോളം ഉണ്ട്. ഒരു 70-75 വീട്ടുകാർക്ക് ഒരു ദിവസം ഫുള്ള് കിട്ടും. പിറ്റേ ദിവസം അവർ ആ വെള്ളം ശേഖരിച്ചുകൊണ്ട് മറ്റേ ഭാഗത്തേക്ക് തുറന്നു. വെള്ളത്താറ്റ് താരിഫ് വെച്ചിട്ടുണ്ട്. 10,000 ലിറ്റർ വെള്ളം പിടിക്കുന്നവർക്ക് ഇത്ര രൂപ, അങ്ങനെ താരിഫ് സ്ലാബ് നിരക്കിലാണ് പൈസ വാങ്ങിക്കുന്നത്, താരിഫ് വാങ്ങിക്കുന്നത്. കിണറിനൊരു പ്രത്യേകത എന്താ? ഇത് കടുത്ത വേനൽ പോലും പറ്റില്ലേ? ഈ 25 വർഷമായിട്ട് ഈ ആളുകൾക്ക് കൊടുത്തിട്ട് പോലും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഇതുവരെ പറ്റിയിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.